പ്രജാപതിയായ ദക്ഷൻ തന്റെ അശ്വിനി തുടങ്ങിയ 27 നക്ഷത്രപുത്രിമാരെ ചന്ദ്രദേവന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ ചന്ദ്രദേവൻ രോഹിണിയെ അധികമായി സ്നേഹിക്കുകയും മറ്റു പത്നിമാരെ പരിഗണിക്കാതെയും ഇരുന്നു. ഇതിൽ നിരാശരും കുപിതരുമായ മറ്റ് ഭാര്യമാർ പിതാവായ ദക്ഷനോട് പരാതിപ്പെട്ടു. പുത്രിമാരുടെ പരാതി മാനിച്ച് ദക്ഷൻ ചന്ദ്രദേവനെ ഉപദേശിച്ചുവെങ്കിലും ചന്ദ്രദേവൻ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. ഇതിൽ ക്രോധിതനായ ദക്ഷൻ ചന്ദ്രദേവനെ ക്ഷയിച്ചു പോകാൻ ഇടവരട്ടെയെന്ന് ശപിച്ചു. രോഗപീഡയാൽ അത്യധികം ദുഃഖിച്ച ചന്ദ്രദേവൻ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം പ്രഭാസത്തിലെത്തി മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് മഹാദേവനെ ഉപാസിച്ച് പ്രീതിപ്പെടുത്തി. പ്രത്യക്ഷനായ പരമേശ്വരനോട് തന്റെ സങ്കടമുണർത്തിച്ച് ക്ഷമയാചിച്ചുവെങ്കിലും അദ്ദേഹം ശാപം പൂർണ്ണമായും നീക്കാൻ കഴിയില്ല എന്നും, എന്നാലും എല്ലാ മാസവും കൃഷ്ണപക്ഷത്തിൽ ക്ഷയിച്ച ശേഷം ശുക്ലപക്ഷത്തിൽ പൂർണ്ണശരീരനായി പൂർണ്ണപ്രഭയോടെ വിളങ്ങുമാറാകട്ടെയെന്ന് ചന്ദ്രദേവനെ അനുഗ്രഹിച്ചു. കൂടാതെ ചന്ദ്രദേവന്റെ മഹത്വം വർദ്ധിപ്പിക്കാനായി അദ്ദേഹം തന്റെ ശിരസിൽ ചന്ദ്രദേവനെ അലങ്കാരമായി ധരിച്ചു. ചന്ദ്രദേവനെ മനസ്സിന്റെ പ്രതീകമായി കാണുന്നു. ബുദ്ധിയെ മാധ്യമമാക്കി മനസ്സിനെ നിയന്ത്രിച്ച് ആത്മസംയമനം പാലിക്കേണ്ടതിന്റെ അനിവാര്യത ചന്ദ്രശേഖര രൂപം കാണിച്ചു തരുന്നു.